ഹായ് എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. അടുത്ത വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ഡിസൈൻ ഓഫ് സർദാർ ഫാൾ തന്നെ എൻ്റെ പാർട്ട് 1 എന്ന് പറഞ്ഞ് ആദ്യത്തെ കുറേ സ്റ്റെപ്പുകൾ ഞാൻ അപ്ലോഡ് ചെയ്തായിരുന്നു. ഇത് പാർട്ട് 2. ഇതിനകത്തെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഡിസൈനിങ് ചെയ്തതിൻ്റെ ബാക്കിയാണ് ചെയ്യുന്നത്. ആദ്യത്തെ ഭാഗത്തിനായിട്ട് പാർട്ട് 1 റെഫർ ചെയ്യുക. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഡിസൈൻ ഈ സർദാർ ഫാൾ. ഫുൾ സപ്ലൈ ഡിസ്ചാർജ് അപ്പ് സ്ട്രീമിലും ഡൗൺ സ്ട്രീമിലും 40 ക്യൂമെക് എന്ന് തന്നിട്ടുണ്ട്. ഫുൾ സപ്ലൈ ലെവൽ അപ്പ് സ്ട്രീമിൽ റെഡ്യൂസ് ലെവലാണ് 218.30 എന്നും ഡൗൺ സ്ട്രീമിൽ 216.80 എന്നും തന്നിട്ടുണ്ട്. ഫുൾ സപ്ലൈ ഡെപ്ത് എന്ന് പറഞ്ഞാൽ അപ്പ് സ്ട്രീമിൽ 1.8 മീറ്ററും ഡൗൺ സ്ട്രീമിൽ 1.6 മീറ്ററും. ബെഡ് വിഡ്ത്ത് 26 മീറ്റർ. അപ്രോച്ച് ചാനലിൻ്റെ ബെഡ് വിഡ്ത്താണ് തന്നിരിക്കുന്നത്. ബെഡ് ലെവൽ എന്ന് പറഞ്ഞാൽ അപ്പ് സ്ട്രീമിൽ 216.50, ഡൗൺ സ്ട്രീമിൽ 215.00 ആണ്. ഡ്രോപ്പ് എന്ന് പറയുന്നത് 1.5 മീറ്റർ തന്നിട്ടുണ്ട്. ബ്ലൈസ് ക്രീപ്പ് കോയിഫിഷ്യൻറ്റ് C=8 എന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഓൾസോ ഡിസൈൻ ദ സ്ട്രക്ചർ ബൈ കോസ്ലാസ് തിയറി, സേഫ് ഫിക്സ്ഡ് ഗ്രേഡിയൻറ്റ് ഓഫ് സോയിൽ 1/5 തന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് റീഡിസൈൻ ചെയ്യാനായിരുന്നു പറഞ്ഞിരുന്നത്. നമുക്ക് തന്നിരുന്ന വാല്യൂം നമുക്കതുപോലെ തന്നെ കിട്ടിയ വാല്യൂം വെച്ച് വരച്ചൊരു ഫിഗറാണിത്. ഫുൾ സപ്ലൈ ഡിസ്ചാർജ് ലെവലൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. തന്നിരുന്ന ലെവലൊക്കെയാണ് ഈ ബ്ലാക്ക് ഇങ്ക് കൊണ്ട് ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. ഓവർ റൈറ്റ് ചെയ്ത് ഗ്രീൻ ഇങ്ക് കൊണ്ട് മാർക്ക് ചെയ്തേക്കുന്നതെല്ലാം നമ്മൾ കണ്ടുപിടിച്ച വാല്യൂസാണ്. അപ്പോൾ നമുക്ക് നിലവിൽ ഇത്രയും വാല്യൂസ് അറിയാവുന്നതാണ്. ഇതാണ് സിസ്റ്റം എന്ന് പറഞ്ഞത്. സിസ്റ്ററിൻ്റെ ലെങ്ത്തും ഡെപ്തും നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. അതുപോലെ തന്നെ ക്രസ്റ്റിൻ്റെ ആറിൽ കണ്ടുപിടിച്ചു. സിസ്റ്ററിൻ്റെ ബോട്ടം ലെവലിലെ ആറിൽ കണ്ടുപിടിച്ചു. ഇത്രയും വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കി ഡിസൈനിലേക്ക് നടക്കാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ചെയ്യാനുള്ളത് സ്റ്റെപ്പ് 8 ആണ്. കാൽക്കുലേഷൻ ഓഫ് അപ്ലിഫ്റ്റ് പ്രഷർ ആൻഡ് തിക്നെസ് ഓഫ് ഫ്ലോർ. നമുക്കറിയാം തിക്നെസ് ഓഫ് ടോ ഓഫ് ദി ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മിനിമം ഇക്വേഷൻ ഉണ്ടല്ലോ. ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ ബ്ലൈസ് തിയറിയുടെ വീഡിയോയിൽ ഇട്ടായിരുന്നു. T=h/g-1 എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടും. ഇനി നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ ഡൗൺ സ്ട്രീം സൈഡിലെ കണ്ടുപിടിക്കുമ്പോൾ ഫോർ പോർഷൻ വിത്തിൻ ദ വാട്ടർ കുഷൻ ആണെങ്കിൽ സ്മോൾ എച്ചിൻ്റെ ഇക്വേഷൻ HS-L ഇൻറ്റു സ്മോൾ എൽ പ്ലസ് എക്സും, ആഫ്റ്റർ വാട്ടർ കുഷൻ ആണെങ്കിൽ HS-HS/L ഇൻറ്റു എല്ലും പ്ലസ് എക്സ് ഇല്ല. HS എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ H അല്ലെ നമുക്ക് കിട്ടിയ D തന്നെ. എന്നിട്ട് L എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു ഡെപ്ത് ഓഫ് പൈൽ. ഇപ്പോൾ ഡൗൺ സ്ട്രീമിലാണ് ഡൗൺ സ്ട്രീം പൈലിൻ്റെ ഡെപ്ത്, അപ്പ് സ്ട്രീമിലാണ് അപ്പ് സ്ട്രീം പൈലിൻ്റെ ഡെപ്ത് പ്ലസ് L മൈനസ് LD. ഈ ക്യാപിറ്റൽ L എന്ന് പറഞ്ഞാൽ നമുക്ക് 15 കിട്ടിയായിരുന്നു, LD 8 മീറ്ററും കിട്ടിയായിരുന്നു. അപ്പോൾ L മൈനസ് LD എന്ന് പറഞ്ഞാൽ നമ്മുടെ കേസിൽ 7 മീറ്റർ വരും. എന്നിട്ട് നമ്മളത് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പ്രോബ്ലത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ക്യാപിറ്റൽ L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ L എന്ന് പറഞ്ഞാൽ എപ്പോഴും ടോട്ടൽ ക്രീപ്പ് ലെങ്ത് ആണ്. എങ്ങനെയാണ് ഈ ക്യാപിറ്റൽ എല്ലിൻ്റെ ഈക്വേഷൻ വന്നതെന്നുള്ളത് ഞാൻ ബ്ലൈസ് തിയറി പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വിത്ത് ഫിഗർ. അപ്പം ഇത് ചെയ്യുക. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ക്രീപ്പ് ലെങ്ത് പ്ലസ് ഹൊറിസോണ്ടൽ ക്രീപ്പ് ലെങ്ത് ആണ്. അപ്പോൾ ടോട്ടൽ നമുക്ക് 20 എന്ന് കിട്ടി. നമുക്ക് 19.5 ആയിരുന്നു നേരത്തെ കിട്ടിയിരുന്നത്. ഇതിനെ റൗണ്ട് ചെയ്ത് നമുക്ക് 20 എന്ന് കിട്ടി. ഇനി സ്മോൾ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ വാട്ടർ കുഷന് ശേഷം ഉള്ളതാണ് എടുക്കുന്നത്. HS-HSL/L ഇൻറ്റു സ്മോൾ എൽ. സ്മോൾ എൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞായിരുന്നു ഇക്വേഷൻ 2 ഇൻറ്റു ഡെപ്ത് ഓഫ് പൈല് പ്ലസ് 7 മീറ്റർ L മൈനസ് LD. അപ്പം 9 മീറ്റർ എന്ന് കിട്ടി. ഇനി HS എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ H അല്ലെ സ്മോൾ D ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് 2.44 ആണ്. എക്സ് നമ്മൾ കണ്ടുപിടിച്ചത് 0.304 നമുക്കറിയാം. അപ്പോൾ T=h/g-1. ഇത് കോൺക്രീറ്റ് മേസണറി സ്ട്രക്ചർ ആയതുകൊണ്ട് G 2.24 - 1 H നമുക്ക് 1.62 കിട്ടിയായിരുന്നു. ഈ ഇക്വേഷനിൽ HSഉം ക്യാപിറ്റലിൽ സ്മോൾ എൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പം അവിടെ നമുക്ക് കിട്ടിയ വാല്യൂവിനെ നമ്മൾ റൗണ്ട് ചെയ്ത് 1.35 മീറ്റർ എന്ന് എടുത്തു. അത് കൊടുത്തു. മിനിമം തിക്നെസ് ആണ് ഈ കൊടുത്തേക്കുന്നത്. മിനിമം തിക്നെസ് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ചെക്ക് ഫോർ തിക്നെസ് ഓഫ് ഫ്ലോർ ബൈ കോസ്ലാസ് തിയറി. കോസ്ലാസ് തിയറി അനുസരിച്ച് നമുക്ക് കിട്ടിയത് ശരിയാണോ എന്ന് നമ്മൾ നോക്കുക. നമുക്ക് എക്സിറ്റ് ഗ്രേഡിയൻ്റ് ഇക്വേഷൻ അറിയാം. HS/D ഇൻറ്റു 1/π ഇൻറ്റു √λ എന്ന് പറയുന്നത്. അപ്പോൾ ആൽഫ എന്ന് പറഞ്ഞാൽ B/D ആണെന്നറിയാം. അത് നമുക്ക് ഗ്രാഫിൽ നമുക്ക് 1/π√λ കണ്ടുപിടിക്കാം. അവിടുന്ന് B കണ്ടുപിടിച്ചിട്ട് B റിക്വയർഡും B പ്രൊവൈഡൂടെ ചെക്ക് ചെയ്യുന്നതാണ് നമ്മുടെ ഈ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി അത് പ്രോബ്ലത്തിലേക്ക് വരുമ്പോൾ GEയുടെ ഇക്വേഷൻ എഴുതി. GE എന്ന് പറഞ്ഞാൽ 1/5 നമുക്ക് തന്നിട്ടുണ്ട്. HS എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് മുമ്പ് എടുത്തല്ലോ 2.44 അറിയാം. D എന്ന് പറഞ്ഞാൽ 1.5 മീറ്ററും അറിയാം. ഇതിനകത്ത് നിന്ന് 1/π√λ എന്നുള്ളത് വെച്ച് നമുക്ക് 0.112 എന്നുള്ളത് കിട്ടി. ഇവിടുത്തെ D എന്ന് പറഞ്ഞാൽ ഡൗൺ സ്ട്രീം ഡെപ്ത് ഓഫ് പൈൽ ആയതുകൊണ്ടാണ് ഇത് 1.5 മീറ്റർ എന്ന് കിട്ടിയത്.
ഇതാണ് കോസ്ലയുടെ കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് 0.1/π√λ ആ ഇക്വേഷനിൽ നിന്ന് 0.112 ആണ് കിട്ടി. ആ 0.112 നിന്ന് ഇങ്ങോട്ട് എടുക്കുന്നുണ്ട് നമ്മൾ കർവ് 1 ആണ് എടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ 1/π√λ നിന്ന് ആൽഫയുടെ ഇക്വേഷൻ എടുക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട കർവ് ഇതായതുകൊണ്ട് 0.112 നിന്ന് ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്ന് താഴോട്ടുള്ള കോർഡിനേറ്റ് എടുക്കുക ചെയ്യുന്നത്. ഇപ്പം നോക്കിക്കേ, 10നും 20ക്കും ഇടയ്ക്ക് ഇത് 15 ആയിരിക്കും. 15ൻ്റെയും 10ൻ്റെയും ഇടയ്ക്കല്ലേ ഈ വാല്യൂ വന്നേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആൽഫയെ 12.5 എന്ന് എടുക്കാം. ആൽഫ നമ്മൾ 12.5 എന്ന് എടുത്തു ഫ്രം ഗ്രാഫ്. ഇതിനകത്ത് ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആൽഫ =b/d ആണ്. എൻ്റെ ആദ്യത്തെ വീഡിയോ നോക്കിയാൽ അറിയാം, ബ്ലൈസ് തിയറി എടുക്കുന്നുണ്ടേ അല്ലെങ്കിൽ കോസ്ലാസ് തിയറി എടുക്കുന്നുണ്ടേ ഈ ഇക്വേഷനുകൾക്കെല്ലാം നമ്മളിപ്പോൾ പറഞ്ഞ ഡിനോട്ടേഷൻ അല്ല കൊടുത്തേക്കുന്നത്. ഇപ്പോൾ b/d എന്ന് പറഞ്ഞാൽ ആ കേസിൽ b എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ക്രീപ്പ് ലെങ്ത് ആയിരുന്നു. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറെ ഡിനോട്ടേഷൻ ബിക്ക് കൊടുത്തിട്ടുണ്ടാവാം. പക്ഷേ ഈ ഇക്വേഷൻസ് യൂസ് ചെയ്യുമ്പം അതിനകത്ത് പറഞ്ഞിരുന്ന ഡിനോട്ടേഷൻ വേണം കൊടുക്കാൻ. അതുകൊണ്ടാണ് ഞാൻ b/d എന്ന് കൊടുത്തത്. d ഇവിടെ പലയിടത്ത് ഉപയോഗിച്ചിട്ടുള്ള, ഇവിടെ പക്ഷേ ഡെപ്ത് ഓഫ് പൈൽ മാത്രമേ യൂസ് ചെയ്യാവൂ. അത് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അതിനകത്ത് ഞാൻ ഓരോ ടേമും പറഞ്ഞിട്ടുണ്ട്. അപ്പം ആൽഫ b/d ആണെന്ന് നമുക്കറിയാം. ആൽഫയുടെ വാല്യൂ 12.5 കിട്ടി. നമുക്ക് d അറിയാം, ഡെപ്ത് ഓഫ് പൈൽ 1.5 മീറ്റർ. അവിടെ നമ്മൾ കണ്ടുപിടിക്കുമ്പം 18.75 കിട്ടും. പോട്ടെ, 19 മീറ്റർ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്തു. അപ്പോൾ ബി പ്രൊവൈഡഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഹൊറിസോണ്ടൽ ക്രീപ്പ് ലെങ്ത് ആയിരുന്നു. അത് നമ്മൾ നേരത്തെ പ്രൊവൈഡ് ചെയ്തിരുന്നത് 15 മീറ്ററേ ഉള്ളായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് മനസ്സിലായി ഈ എക്സിറ്റ് ഗ്രേഡിയൻറ്റിനനുസരിച്ച് നമുക്ക് കിട്ടേണ്ട റിക്വയർഡ് എന്ന് പറഞ്ഞാൽ 19 മീറ്ററാണ്. ഈ ലെസ് ദാൻ വരുന്നത് ഒരിക്കലും സേഫ് അല്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ, ഒന്നിൽ നമുക്ക് ക്രീപ്പ് ലെങ്ത് കൂട്ടി ഇതിനെ ബാലൻസ് ചെയ്യാം, അല്ലെങ്കിൽ ഡൗൺ സ്ട്രീം കട്ട് ഓഫ് കൂട്ടാം. ഇവിടെ ഡൗൺ സ്ട്രീം കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ, ഡൗൺ സ്ട്രീം പൈലിൻ്റെ ഡെപ്ത്ത്. ഇതിനെ ഞാൻ ഇപ്പം എന്ത് ചെയ്തു, ഹൊറിസോണ്ടൽ ക്രീപ്പ് ലെങ്തിനെ 15 ആക്കി തന്നെ നിർത്തിക്കൊണ്ട് ഈ ഡെപ്ത്ത് 1.5ന് 1.8 കൂട്ടി, 1.8 ആയിട്ട് കൂട്ടി. ഇനി അപ്പോൾ നമ്മുടെ ന്യൂ ആൽഫ എന്ന് പറഞ്ഞാൽ എന്താ, b/d. b 15 തന്നെ ആയിരുന്നു ഹൊറിസോണ്ടൽ ക്രീപ്പ് ലെങ്ത്, d എന്ന് പറഞ്ഞാൽ 1.8 മീറ്റർ. അപ്പോൾ 8.333 എന്ന് കിട്ടി. ഇനി ലാംഡ എന്ന് പറഞ്ഞാൽ 1+√1 +α²/2 ആണ്. അതിനകത്ത് ആൽഫ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4.694. ഈ ഇക്വേഷനും ഞാൻ ബ്ലൈസ് തിയറി പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഞാനിപ്പോൾ കാണിച്ച ഗ്രാഫിലും ഈ ഇക്വേഷൻ ഉണ്ടായിരുന്നു. ഇനി അവിടുന്ന് തിരിച്ച് ജി കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് തിരിച്ച് 1/5 തന്നെ GE കിട്ടുന്നുണ്ട്. ഇതിനകത്ത് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് 10 ചെക്ക് ഫോർ തിക്നെസ്. ചെക്ക് ഫോർ തിക്നെസ് നമ്മൾ ചെയ്യുന്നത് കാൽക്കുലേഷൻ ഓഫ് പ്രഷർ എന്നാണ്. അത് നമ്മൾ അപ്സ്ട്രീം സൈഡ് സെപ്പറേറ്റ്, ഡൗൺ സ്ട്രീം സൈഡ് സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കോസ്ലാസ് പ്രഷർ കർവ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ കോസ്ലാസ് പ്രഷർ കർവ് എന്താണെന്നും അത് എത്ര ടൈപ്പ് കർവ്സ് ഉണ്ടെന്നും അതിലേതാണ് എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടതെന്നും എല്ലാം ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സീപ്പേജ് തിയറീസ് എന്നായിരുന്നു ആ വീഡിയോയുടെ പേര്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അത് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽഡായിട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ ഈ പ്രോബ്ലത്തിൻ്റെ പാർട്ട് 1ഉം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പം മാക്സിമം പാർട്ട് 1ൽ നിന്ന് തന്നെ നോക്കി വരാൻ നോക്കുക. നമുക്ക് ബാക്കിയിലേക്ക് പോകാം. അപ്പോൾ 1/α, ആൽഫ എന്ന് പറഞ്ഞാൽ b/d ആകുമ്പോൾ 1/α എന്ന് പറഞ്ഞാൽ d/b 1/15 0.067 കിട്ടി. ഫ്രം കോസ്ലാസ് പ്രഷർ കർവിൽ നിന്ന് ഇനി നമുക്ക് 2 വാല്യൂസ് എടുക്കണം. അതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ഈ പ്രോബ്ലത്തിനനുസരിച്ചുള്ള കോസ്ല കർവ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് 3 കർവ്സ് കാണാം. ഒന്ന് 5D', അത് ഡിപ്രസ്ഡ് ഫ്ലോറിനുള്ളതാണ്. അത് നമുക്കിവിടെ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി 5Dയും 5Eയും ആണ് നമുക്ക് വേണ്ടത്. നമുക്ക് 1/α അറിയാം. 1/α എന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് 1/α ഇവിടെ കിടപ്പുണ്ട്, d/b എന്ന് പറയുന്നത്. ഇനി നമ്മുടെ എത്ര ആയിരുന്നു, 0.06 ആയിരുന്നു വാല്യൂ. ഇപ്പോൾ 0.2, 0.4, 0.02, 0.04, 0.06. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നമ്മൾ താഴേക്ക് എടുക്കുകയാണെങ്കിൽ സെക്കൻഡ് കർവ് എന്ന് പറഞ്ഞാൽ നമുക്ക് 5Dയും കിട്ടും, തേർഡ് കർവ് എന്ന് പറഞ്ഞാൽ നമുക്ക് 5Eയും കിട്ടും. നമുക്ക് ഇവിടുന്ന് കണ്ടാൽ തന്നെ ഏകദേശം അറിയാം ബിലോ 20 ആണ് 5Dയുടെ വാല്യൂ. 5E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എടുത്തു വരുമ്പോൾ 20ക്കും 30ക്കും ഇടയ്ക്ക് കിട്ടും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ചാർട്ട് ഉണ്ടെങ്കിൽ ആ ചാർട്ടിൽ സ്കെയിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള വാല്യൂസ് കിട്ടും. ഇനി അഥവാ ചാർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാൻ നോട്ട് ഇട്ട് തരാം. അപ്പോൾ നമുക്ക് ബാക്കി വാല്യൂ എടുത്ത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം കോസ്ലയുടെ പ്രഷർ കർവിൽ നിന്ന് നമുക്ക് 5D 17%, അതിനകത്തുനിന്ന് ക്ലിയർ അല്ലായിരുന്നു, ബിലോ 20 എന്ന് മാത്രമേ മനസ്സിലായുള്ളൂ. ക്ലിയർ ആയിട്ട് നോക്കുമ്പോൾ 17% കിട്ടും. 5E എന്ന് പറഞ്ഞാൽ 20ക്കും 30ക്കും ഇടയ്ക്ക് 24 എന്നുള്ള വാല്യൂവും കിട്ടും. അപ്പോൾ 5D1 എന്ന് പറഞ്ഞാൽ 100 - 5D. അതെന്ന് പറഞ്ഞാൽ ആ ഇക്വേഷൻ എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ
ഈ കോസ്ലയുടെ കർവിൻ്റെ സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട് 5C1 എന്ന് പറഞ്ഞാൽ 100 - 5E ആണെന്നും 5D1 എന്ന് പറഞ്ഞാൽ 100 - 5D ആണെന്നും. അതുപോലെ തന്നെ ഈ ഒരു കേസ് വരുന്നത് അപ്സ്ട്രീം സൈഡിൽ മാത്രമാണ്. അപ്പോൾ നമുക്കിനി പ്രോബ്ലം നോക്കാം. അപ്പോൾ ഇക്വേഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 100 - 17 വന്നു 83%, 100 - 5 ചെയ്തു 76%. ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ അപ്സ്ട്രീമിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇനി കറക്ഷൻ ഫോർ തിക്നെസ് എന്ന് പറഞ്ഞാൽ 5D1 - 5C1 ബൈ കട്ട് ഓഫ് ഡെപ്ത്. അപ്സ്ട്രീമിലെ കട്ട് ഓഫ് ഡെപ്ത് 1 ആണെന്നും തിക്നെസ് ഓഫ് ഇംപെർവിയസ് ഫ്ലോർ അപ്സ്ട്രീമിൽ ഞാൻ പറഞ്ഞു 0.3 to 0.4 ആണ്, നമ്മൾ 0.4 ആണ് കൊടുക്കാറ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് 2.8 കിട്ടും. അപ്സ്ട്രീമിൽ കറക്ഷൻ പോസിറ്റീവാണ്. അപ്പോൾ 5C1 ഡാഷ് എന്ന് പറഞ്ഞാൽ 5C1 + 2.8. 5C1 എത്ര 76 കിട്ടിയിട്ടുണ്ട്. 2.8 കൂടെ കൂട്ടുമ്പോൾ 78.8%. സിമിലർ കേസ് തന്നെ നമ്മൾ ഡൗൺ സ്ട്രീം കട്ട് ഓഫ് ചെയ്യുക. ഡൗൺ സ്ട്രീം കട്ട് ഓഫിൽ ഡെപ്ത് വരുമ്പോൾ 1.8 മീറ്റർ വരും. നമുക്ക് ആദ്യം കിട്ടിയ 1.5 ആയിരുന്നെങ്കിലും ബി പ്രൊവൈഡഡുമായിട്ട് ചെക്ക് ചെയ്തപ്പോൾ സേഫ് അല്ലാന്ന് നമ്മൾ ഇൻക്രീസ് ചെയ്തായിരുന്നു 1.8ലേക്ക്. ബി ഇവിടെയും 15 മീറ്റർ തന്നെ. അപ്പോൾ 1/α ചെയ്യുമ്പോൾ 0.12. സിമിലർലി കോസ്ലയുടെ ഗ്രാഫിൽ നിന്ന് 5Dയും 5Eയും കിട്ടും. തിരിച്ചറിയാൻ വേണ്ടി 2 എന്ന് കൊടുത്തേക്കുന്നുണ്ടേ ഉള്ളൂ. 21%, 30% കിട്ടും. ഇവിടെ നമുക്ക് പഴയ സ്റ്റെപ്പില്ല, ഡയറക്റ്റ് കറക്ഷനിലേക്ക് പോവുക. ബൈ ഡെപ്ത് ഇൻറ്റു തിക്നെസ്. ഡൗൺ സ്ട്രീം തിക്നെസ് നമുക്ക് 0.4 to 0.6 കൊടുക്കാം. നമ്മൾ 0.6 കൊടുത്തു, 3% കിട്ടി ആണ് കറക്ഷൻ. 5C2 എന്ന് പറഞ്ഞാൽ 5E2 മൈനസ് ആ കറക്ഷൻ ചെയ്തു. നെഗറ്റീവ് കറക്ഷൻ ആയതുകൊണ്ടാണ് മൈനസ് വന്നത് 27%. ഇനി നമുക്ക് 5A അല്ലെ പെർസെൻറ്റേജ് പ്രഷർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 5C1 ഡാഷ് മൈനസ് 5C1 ഡാഷ് മൈനസ് 5C2 ഡാഷ് ബൈ ഹൊറിസോണ്ടൽ ക്രീപ്പ് ലെങ്ത് ഇൻറ്റു L. L എന്ന് പറഞ്ഞാൽ L - LD എന്ന് പറഞ്ഞാൽ ലെങ്ത്. 5C2 അറിയാം, 5C2 ഡാഷ് അറിയാം, 5C1 ഡാഷ് അറിയാം. ഹൊറിസോണ്ടൽ ക്രീപ്പ് ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് 15 മീറ്റർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിനി വാല്യൂസ് മാറ്റി മാറ്റി കൊടുക്കുക. ഞാൻ പറഞ്ഞു തിക്നെസ്സിൻ്റെ L എന്ന് പറഞ്ഞാൽ L - LD എന്ന് പറഞ്ഞാൽ 7 മീറ്റർ നമുക്കറിയാം. 5A കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന PA മാക്സിമം സ്റ്റാറ്റിക് പ്രഷർ ഹെഡ് ചെയ്യാൻ പോവുക. അത് 5A/100 × H + X ചെയ്യുക. T1 എന്ന് പറഞ്ഞാൽ PA/G-1. എന്നിട്ട് T <T പ്രൊവൈഡഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പോവുക. പക്ഷേ നമ്മൾ ഈ ചെക്ക് ചെയ്യുന്നത് മാത്രം ഓരോ ഇൻ്റർമീഡിയറ്റ് പോയിൻറ്റ്സിലെയും ചെക്ക് ചെയ്യണം. ആദ്യം നമ്മൾ ഡൗൺ സ്ട്രീമിലെ കണ്ടുപിടിക്കും. നമുക്ക് കിട്ടിയ T പ്രൊവൈഡ് മിനിമം T ആയിട്ട് നോക്കി സേഫാണെന്ന് നോക്കും. പിന്നെ ഓരോ ഇൻ്റർമീഡിയറ്റ് പോയിൻറ്റ്സിലെ നമ്മൾ കണ്ടുപിടിക്കും. കോസ്ലാസ് തിയറി പ്രകാരം ഡൗൺ സ്ട്രീമിൽ നിന്നാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ചെക്ക് ഡൗൺ സ്ട്രീമിൽ നിന്ന് മേപ്പോട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 5Aയുടെ പെർസെൻറ്റേജ് PA എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന 5C1 ഡാഷ് 78.8ഉം മറ്റേ 5C2 ഡാഷ് എന്ന് പറയുന്നത് 27 ആയിരുന്നു. ഇൻറ്റു സ്മോൾ L ഞാൻ പറഞ്ഞു L - LD 7 മീറ്റർ ബൈ ഹൊറിസോണ്ടൽ ക്രീപ്പ് ലെങ്ത് 15. അത് കിട്ടിയല്ലോ. ഇനി PA എന്ന് പറഞ്ഞാൽ ഈ 5A/100 ചെയ്തു ഇൻറ്റു 2.44 ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ DH അത് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നതെന്ന്. പ്ലസ് എക്സിൻ്റെ വാല്യൂ 0.304. എന്നിട്ട് നമ്മൾ തിക്നെസ് കണ്ടുപിടിച്ചു PA/G-1. G നമ്മൾ 2.25 നേരത്തെ എടുത്തിട്ടുണ്ട്. അപ്പോൾ 1.325 കിട്ടി. നമ്മൾ ഡൗൺ സ്ട്രീമിൽ പ്രൊവൈഡ് ചെയ്തേക്കുന്ന തിക്നെസ് എന്ന് പറഞ്ഞാൽ 1.35 ആയിരുന്നു. അതുകൊണ്ട് സേഫാണ്. ഇനി നമ്മൾ ഓരോ ഇൻ്റർമീഡിയറ്റ് പോയിൻറ്റ്സിലെയും ചെക്ക് ചെയ്യാൻ പോവാം. ഓരോ ഇൻ്റർമീഡിയറ്റ് പോയിൻറ്റ്സിലെയും ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? തിക്നെസ് അറ്റ് 3 മീറ്റർ ഫ്രം ഡൗൺ സ്ട്രീം ടോ ഓഫ് ക്രസ്റ്റ്. ഡൗൺ സ്ട്രീം ഇതിൽ നിന്ന് 3 മീറ്റർ മാറിയിട്ടുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകും. അങ്ങനെ 3 മീറ്റർ മാറുമ്പോൾ ടോട്ടൽ L എത്രയായി? ഓൾറെഡി നമ്മുടെ L 7 മീറ്റർ ഉണ്ടായിരുന്നു. അവിടുന്ന് +3 കൂടെ ചെയ്യുമ്പോൾ 10 മീറ്റർ. അവിടെയും 5Aയും കണ്ടുപിടിച്ചു. ഇതിന് ബി പോയിൻറ്റിന് PB എന്ന് പേര് കൊടുത്തെന്നുള്ളൂ. അപ്പോൾ 5Bയും കണ്ടുപിടിച്ചു, PBയും കണ്ടുപിടിച്ചു, തിക്നെസ് കണ്ടുപിടിച്ചു. എന്നിട്ട് ആ തിക്നെസ് 1.121 കിട്ടിയുള്ളായിരുന്നു. 1.2 ആയിട്ട് പ്രൊവൈഡ് ചെയ്തു. എപ്പോഴും ഈ തിക്നെസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓവർലേഡ് ബൈ 0.2 മീറ്റർ ബ്രിക്ക് പിച്ചിങ് കൂടെ കൊടുത്തേച്ചാണ് ആ 3 മീറ്ററിന് പ്രൊവൈഡ് ചെയ്തു. ഇനി നെക്സ്റ്റ് അറ്റ് 6 മീറ്റർ ഫ്രം ടോ. 6 മീറ്റർ ഫ്രം ടോ ആകുമ്പോൾ 7 + 6 വരും. അല്ല ഈ 10 കൂടെ പ്ലസ് ഒരു 3 കൂടെ വരും. 13 മീറ്റർ. ആ പോയിൻറ്റിന് C എന്ന് കൊടുത്തുകൊണ്ട് 5C PC കണ്ടുപിടിച്ചു, തിക്നെസ് കണ്ടുപിടിച്ചു. ആ തിക്നെസ് 0.2 മീറ്റർ ബ്രിക്ക് പിച്ചിങ്ങുമായിട്ട് ലാസ്റ്റ് പോർഷനിൽ ഫ്ലോറിൽ പ്രൊവൈഡ് ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പാണ് സ്റ്റെപ്പ് 11 പ്രൊട്ടക്റ്റീവ് വർക്ക്സ് എന്ന് പറയുന്നത്. പ്രൊട്ടക്റ്റീവ് വർക്ക്സിനകത്ത് നമുക്ക് ആദ്യം അപ്സ്ട്രീം പ്രൊട്ടക്ഷൻ വർക്ക് ചെയ്യണം, പിന്നെ ഡൗൺ സ്ട്രീം പ്രൊട്ടക്ഷൻ വർക്ക് ചെയ്യണം. പിന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെഡ് പ്രൊട്ടക്ഷൻ ഉണ്ട്, സൈഡ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അങ്ങനെ കുറേ പ്രൊട്ടക്ഷൻ വർക്കുകൾ നമ്മൾ ചെയ്യണം. ഫ്രിക്ഷൻ ബ്ലോക്ക് ഡിസൈൻ ചെയ്യണം. അപ്പോൾ ആദ്യത്തെ അപ്സ്ട്രീം പ്രൊട്ടക്ഷൻ വർക്ക്. അപ്സ്ട്രീം പ്രൊട്ടക്ഷൻ വർക്ക് എന്ന് പറഞ്ഞാൽ അപ്സ്ട്രീമിലെ വിങ് വാൾസ് സെഗ്മെൻ്റലായിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് പ്ലാനിൽ. അതിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ 5H to 6H വേരി ചെയ്യാം. അതുപോലെ അത് സബ്സൈഡ് ചെയ്യുന്ന ആംഗിൾ 60 ഡിഗ്രി ആണെന്നും പറഞ്ഞിട്ടുണ്ട്.
അതുപോലെ ആ വാളിൻ്റെ ടോപ്പ് ലെവൽ എന്ന് പറഞ്ഞാൽ അപ്സ്ട്രീം ഫുൾ സപ്ലൈ ലെവലിലൂടെ ഒരു ഫ്രീ ബോർഡ് കൂട്ടുക. ഏതൊരു ഹൈഡ്രോളിക് സ്ട്രക്ചർ ആണെങ്കിലും നമ്മൾ ഫ്രീ ബോർഡ് കൂട്ടിയിട്ടാണ് ഹൈറ്റ് കണ്ടുപിടിക്കുന്നത്, വാട്ടർ ഹോൾഡിംഗ് ആണെങ്കിൽ. അപ്പോൾ അത് 0.5 മീറ്റർ ആണ്. വിഡ്ത്ത് ഓഫ് ദ വാൾ അറ്റ് എനി ലെവൽ എന്ന് പറഞ്ഞാൽ h/3 ആണ്. h എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് വാളാണ്. ഇവിടെ നമുക്കറിയാം 2.44. അതിനും നമ്മൾ സ്മോൾ ഡി തന്നെയാണ് ഡിനോട്ട് ചെയ്തേക്കുന്നത്. തമ്മിൽ മാറിപ്പോരുത്. മറ്റേ ഇക്വേഷനകത്ത് മാത്രമേ ഉള്ളൂ സ്മോൾ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്ത് ഒക്കെ വരുന്നത്. ഞാൻ ഓരോരുത്തർക്കും എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. റെഫർ ചെയ്ത് ചെയ്യുക. അപ്സ്ട്രീം പ്രൊട്ടക്ഷൻ വർക്ക് പ്രോബ്ലത്തിലോട്ട് വരുമ്പം റേഡിയസ് എന്ന് പറഞ്ഞാൽ നമ്മൾ 6h എടുത്തു. 5h to 6h 6h എടുത്തു. h എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം കാണിച്ച ഫിഗറിൽ കാണിച്ചായിരുന്നു. h നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 0.86 എന്ന് പറഞ്ഞാൽ 6 × 0.8 5.16 കിട്ടി. അത് നമ്മൾ അപ്രോക്സിമേറ്റ്ലി 5 മീറ്റർ ആയിട്ട് കൊടുത്തു. ഇനി നമുക്ക് അറിയാം 60 ഡിഗ്രി ആയിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. ടോപ്പ് ലെവൽ എന്ന് പറഞ്ഞാൽ അപ്സ്ട്രീം ഫുൾ സപ്ലൈ ലെവൽ പ്ലസ് 0.5 RLുമായിട്ട് കൂട്ടിയപ്പം ഇതിൻ്റെ RL 218.80 എന്ന്. ഇനി ഡൗൺ സ്ട്രീം പ്രൊട്ടക്ഷൻ വർക്ക്. ഡൗൺ സ്ട്രീം വിങ് വാളിൻ്റെ കെപ്റ്റ് വെർട്ടിക്കൽ ഫോർ എ ലെങ്ത് ഓഫ് 5 √EHL to 8 EHL വരെ നമ്മൾ വെർട്ടിക്കലായിട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് 1:1 അല്ലെങ്കിൽ 1:5 എന്ന് പറഞ്ഞ സ്ലോപ്പിലേക്ക് ചരിച്ചു കൊടുക്കും. അപ്പോൾ നമ്മൾ വെർട്ടിക്കലായിട്ട് കൊടുക്കുന്ന സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഇതിനിടയിൽ ഇടയ്ക്ക് ഏതെങ്കിലും വാല്യൂ വേണം. നമ്മൾ 6 √EHL കൊടുത്തു. നമുക്ക് 0.892 കിട്ടിയിട്ടുണ്ട്. HL എന്ന് പറഞ്ഞാൽ 1.5 ആണ് ഇതുവരെ എടുത്തുകൊണ്ടിരുന്നത്, അറിയാം. 6.94 കിട്ടി. നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്ത് 7 മീറ്ററിന് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടുന്ന എന്താ, നേരത്തെ കണ്ടുപിടിച്ച പോലെ ടോപ്പ് ലെവൽ കണ്ടുപിടിക്കുക. അപ്പം ഡൗൺ സ്ട്രീം ഫുൾ സപ്ലൈ ലെവൽ പ്ലസ് ഫ്രീ ബോർഡ്. അത് ചെയ്യുമ്പോൾ നമുക്ക് 217.30 കിട്ടും. അതുപോലെ ഡൗൺ സ്ട്രീം പ്രൊട്ടക്ഷൻ വർക്കിൻ്റെ ക്യാപിറ്റൽ H എന്ന് പറഞ്ഞാൽ ടോപ്പ് ലെവൽ മൈനസ് ഡൗൺ സ്ട്രീം ബെഡ് ലെവൽ. ടോപ്പ് ലെവൽ നമുക്കിപ്പോൾ കിട്ടി. അതിന് ഡൗൺ സ്ട്രീം ബെഡ് ലെവൽ നോക്കുമ്പോൾ 2.3 മീറ്റർ ആണ്. അവിടുത്തെ ക്യാപിറ്റൽ H എന്ന് കിട്ടി. നമ്മൾ അതിനെ ഇൻക്രീസ് ചെയ്ത് 3H എന്ന് കൊടുത്തു നോക്കി. അപ്പോൾ നമുക്ക് കിട്ടിയ 7 മീറ്റർ തന്നെ കിട്ടി. അപ്പോൾ നമുക്ക് മനസ്സിലായി സ്പ്ലേ ചെയ്തേക്കുന്ന 1:3 എന്നുള്ളത് വെച്ച് സ്പ്ലേ ചെയ്യാമെന്നുള്ളത്. ഇനി ഇത് ഏകദേശം മനസ്സിലായതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റിയത്. അല്ലെ തിരിച്ച് 1:3 സ്ലോപ്പ് അസ്യൂം ചെയ്ത് നോക്കുക. അങ്ങനെ ഓരോ സ്ലോപ്പ് അസ്യൂം ചെയ്ത് നോക്കി ഇത് തമ്മിൽ ഈക്വേറ്റ് ചെയ്യുന്നത്. ഈ 7 കിട്ടിയില്ലേ അപ്പുറത്ത് ഹൈറ്റ് എന്ന് പറയുന്നത്, അതുമായിട്ട് ഈക്വൽ ആവുന്ന സ്പ്ലേ വേണം നമ്മൾ കൺസിഡർ ചെയ്യാൻ. ഇനി അടുത്തത് ബെഡ് പ്രൊട്ടക്ഷൻ ഡിസൈൻ ചെയ്യാൻ പോവാണ്. അതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഡൗൺ സ്ട്രീം ലെങ്ത് ഓഫ് ഇംപെർവിയസ് ഫ്ലോർ തന്നെ വരും. ഇനി നമുക്ക് വേണ്ടുന്നത് ഡ്രൈ ബ്രിക്ക് പിച്ചിങ് 20 സെൻറ്റിമീറ്റർ തിക്നെസ് റെസ്റ്റിംഗ് ഓൺ 10 സെൻറ്റിമീറ്റർ ബല്ലാസ്റ്റ് ആണെന്നാണ് ജനറൽ കേസ്. ഇനി നമ്മൾ അതിൻ്റെ ലെങ്ത്തും നമ്പർ ഓഫ് കട്ടൺ വാൾസും എങ്ങനെ എടുക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഹെഡ് വെച്ചിട്ടാണ്. നമ്മുടെ ഹെഡ് 0.6നും 0.75നും ഇടയ്ക്കാണെങ്കിൽ 6 + 2HL 1 നമ്പർ, ഡെപ്ത് എന്ന് പറഞ്ഞാൽ 0.6. 0.75 to 0.9 ആണെങ്കിൽ ഈ 0.9ൻ്റെയാണ് 9 + 2HL വരുന്നത് തന്നെ 0.75 മീറ്റർ. നമ്മുടെ H എന്ന് പറഞ്ഞാൽ എന്താ 0.86 ആണ്. നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഫിഗർ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഏതാ ഈ സെക്കൻഡ് കേസ് വരും. 9 + 2HL അതുപോലെ തന്നെ ഒരു കട്ടൺ വാളും 0.75 മീറ്റർ ഡെപ്തും വരും. ഇനി അത് ചെയ്ത് നോക്കാം. ക്യാപിറ്റൽ H 0.86 മീറ്റർ ആയതുകൊണ്ട് ലെങ്ത്ത് 9 + 2HL കിട്ടി. അത് ചെയ്യുമ്പോൾ 12 മീറ്റർ എന്ന് കിട്ടി. അതാണ് നമ്മൾ ഈ കൊടുത്തേക്കുന്നത്, പടം വരച്ചേക്കുന്നത്. ഇത് നമ്മുടെ ട്രപ്പിസോയിഡൽ ക്രസ്റ്റ് വാളാണ്. ഇവിടെ ഇങ്ങോട്ട് വന്ന് ഇവിടെ ബ്രിക്ക് പിച്ചിങ് എന്ന് പറഞ്ഞാൽ 12 മീറ്റർ കൊടുത്തു. ഇത് വിങ് വാൾസ് ആണ്. ഡൗൺ സ്ട്രീം വിങ് വാൾസ് നമ്മൾ 7 മീറ്റർ എന്ന് പറഞ്ഞില്ലേ, ആ വിങ് വാൾസ് ആണ്. ഇനി ലെങ്ത് ഓഫ് ഹൊറിസോണ്ടൽ പിച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 7 - 1 എന്ന് പറഞ്ഞാൽ 6 മീറ്റർ കൊടുത്തു. സ്ലോപ്പിംഗ് ബെഡ് അപ്പോൾ എത്ര ആയിരിക്കും? മൊത്തം 12 ആണ് അതിനകത്ത്. ലെങ്ത് ഓഫ് ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ 6 മീറ്റർ ആണെങ്കിൽ ബാക്കി 6 മീറ്റർ ആയിരിക്കും. 6 + 6 അല്ലേ 12 എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കട്ടൺ വാൾസ് ചെയ്യുക. കട്ടൺ വാൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ടേബിൾ ഞാൻ കാണിച്ച ടേബിളിൽ നിന്ന് പറഞ്ഞില്ലേ 1 കട്ടൺ വാളാണ് വരുന്നത്. അതിൻ്റെ ഡെപ്ത് 0.75 ആണ്. നമ്മളത് അപ്രോക്സിമേറ്റ് 1 മീറ്റർ കൊടുത്തു. തിക്നെസ് എന്ന് പറഞ്ഞാൽ 0.4 മീറ്റർ തിക്നെസ്സും പ്രൊവൈഡ് ചെയ്തു. ഇനി നമ്മൾ സൈഡ് പ്രൊട്ടക്ഷൻ ചെയ്യാൻ പോവാം. നമുക്കറിയാം സൈഡ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ 0.4 തിക്ക് ഡ്രൈ ബ്രിക്ക് പിച്ചിങ് ആണ് കൊടുക്കുന്നത്. ടോവാൾ ഈസ് പ്രൊവൈഡഡ് ബിറ്റ്വീൻ ബെഡ് പിച്ചിങ് ആൻഡ് സൈഡ് പിച്ചിങ് ടു പ്രൊവൈഡ് സപ്പോർട്ട് ഫോർ സൈഡ് പിച്ചിങ്. അതൊക്കെ ജസ്റ്റ് വേർഡിങ്സേ ഉള്ളൂ. ഇനി ടോവാൾ എന്ന് പറഞ്ഞാൽ 0.4 മീറ്റർ തിക്കായിരിക്കും. അതിൻ്റെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ 1/2 × ഡൗൺ സ്ട്രീം വാട്ടർ ഡെപ്ത്. ഡൗൺ സ്ട്രീം വാട്ടർ ഡെപ്ത് 1.8 ആണ്. 0.9 കൊടുത്തു. അപ്രോക്സിമേറ്റ്ലി = 1 മീറ്റർ. ഇനി നമുക്ക് പ്രൊട്ടക്റ്റീവ് വർക്സിനകത്ത് ഡിസൈൻ ചെയ്യാനുള്ളത് എനർജി ഡിസിപ്പേറ്ററാണ്. എപ്പോഴും എനർജി ഡിസിപ്പേറ്റർ നമ്മൾ 2 റോ ഓഫ് ഫ്രിക്ഷൻ ബ്ലോക്കും സിസ്റ്റേണിൽ, അതുപോലെ തന്നെ 2 rows ഓഫ് ക്യൂബ് ബ്ലോക്സുമാണ് ഇംപെർവിയസ് ഫ്ലോറിലുമായിട്ടാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ DC എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ഡെപ്താണ്. ഈ DC എന്തിനാണെന്ന് ഞാൻ പറയാം. നോക്കിക്കേ, ഫ്രിക്ഷൻ ബ്ലോക്ക് ഡിസൈൻ ചെയ്യുമ്പം അതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 2DC, വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ DC, ഹൈറ്റ് ഓഫ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ DC,
ഡിസ്റ്റൻസ് ഓഫ് ഫസ്റ്റ് റോ ഓഫ് ബ്ലോക്ക് ഫ്രം ഡൗൺ സ്ട്രീം ടോ എന്ന് പറഞ്ഞാൽ 1.5 DC, സ്പേസിംഗ് ബിറ്റ്വീൻ 2 റോസ് എന്ന് പറഞ്ഞാൽ DC, സ്പേസിംഗ് ബിറ്റ്വീൻ ബ്ലോക്സ് എന്ന് പറഞ്ഞാൽ 2 DC. ഇതിലേത് കണ്ടുപിടിക്കണമെങ്കിലും നമുക്ക് DC ആവശ്യമാണ്. DC എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ഡെപ്ത് ആണ്. അതിനി എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. DC എന്ന് പറഞ്ഞാൽ Q²/G the whole raised to 1/3. സ്മോൾ Q എന്ന് പറഞ്ഞാൽ എന്താ, ക്യാപിറ്റൽ Q per L. 40 ആണ് നമ്മുടെ ക്യൂമയ്ക്ക് തന്നിരുന്നത് ഡിസ്ചാർജ്. ബൈ L എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ, ബെഡ് വിഡ്ത്ത് തന്നെയാണ് കിട്ടി. ഫസ്റ്റ് സ്റ്റെപ്പ് 26 മീറ്റർ കിട്ടി. ഫസ്റ്റ് സ്റ്റെപ്പ് ആദ്യത്തെ പാർട്ട് 1 വീഡിയോയിലാണ്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയ 1.5 m³/s/m എന്ന് കിട്ടി. അപ്പോൾ DCയുടെ വാല്യൂ കിട്ടിയല്ലോ. അടുത്ത സൈസ് ആൻഡ് പൊസിഷൻ ഓഫ് ബ്ലോക്ക് കണ്ടുപിടിക്കുമ്പോൾ ഈ ഓരോ വാല്യൂവിനകത്തും DCയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫ്രിക്ഷൻ ബ്ലോക്കിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കിട്ടും. ഇനി ക്യൂ ബ്ലോക്കിൻ്റെ കിട്ടണമെങ്കിൽ നമുക്ക് D2 കണ്ടുപിടിക്കണം. അതായത് ഫുൾ സപ്ലൈ ഡെപ്ത് അറ്റ് ഡൗൺ സ്ട്രീം സൈഡ്. അതെന്ന് പറഞ്ഞാൽ 1.8 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യുന്നത്, ആ 1 മീറ്റർ ഇവിടെ എല്ലാം ഇട്ട് കൊടുക്കുമ്പോൾ ക്യൂ ബ്ലോക്കിൻ്റെ എല്ലാ വാല്യൂസും കിട്ടും. അതിനെ നമ്മളിങ്ങനെ ഒരു ഫിഗർ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈനായി. ഈ എഴുതിയിരിക്കുന്ന ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. D2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൗൺ സ്ട്രീം കട്ട് ഓഫ് ഡെപ്ത് ആണ്. അറ്റ് ഡൗൺ സ്ട്രീം സൈഡ് 1.8 മീറ്റർ എന്ന് പറഞ്ഞാൽ ഇതോരോന്നും കിട്ടും. ഈ ഫിഗറൂടെ വരച്ച് വെച്ചേക്കുക. ഇത്രയായപ്പോൾ നമ്മുടെ സർദാർ ഫാളിൻ്റെ ഡിസൈന് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും വീഡിയോ കാണുക, റിവ്യൂ പറയുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. താങ്ക് യു.